ഹലോ, വെൽക്കം ബാക്ക് ടു പാറൂസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ചില്ലി ചിക്കൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും നമുക്ക് നോക്കാം. ഞാനിവിടെ 400 ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണിത്. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റിൽ വേണ്ടത് സോയാ സോസാണ്. 1.5 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ മൈദയുമാണ് ചേർത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് വേണ്ടത് 1/2 ടീസ്പൂൺ വിനീഗറാണ്. പിന്നീട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്കൊക്കെ ആ മസാല ഒന്ന് പിടിക്കാനായിട്ട് നമുക്കൊന്ന് ഒരു 15 മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. പിന്നീട് ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയ ക്യാപ്സിക്കമാണ്. പിന്നീട് ഞാൻ 2 ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ്. പിന്നീട് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ നമുക്ക് പച്ചമുളക് എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ ഒരു കുടം വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് ഇവിടെ വെളുത്തുള്ളി നന്നായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്രത്തോളം വേണ്ടാന്നുണ്ടെങ്കിൽ അത്ര എടുക്കണമെന്നില്ല. പിന്നീട് വേണ്ടത് സ്പ്രിംഗ് ഓനിയനാണ്. നമുക്ക് ലാസ്റ്റിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു കടായി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. കാരണം വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുന്നതാണ്. ചൈനീസ് ഐറ്റം ആണല്ലോ, അപ്പോൾ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാണ്ടിരിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് ക്രിസ്പി ആവണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ഒന്ന് റെഡിയാക്കാം. ചിക്കൻ്റെ കുറച്ച് കഷ്ണം ഇട്ടിട്ട് അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കുക. തിളപ്പിച്ചത് നന്നായിട്ട് പറ്റി 1/2 കപ്പ് പറ്റി ഒരു 1/4 കപ്പ് ആകുന്നത് വരെ നന്നായിട്ട് പറ്റിച്ചെടുക്കണം. ആ സ്റ്റോക്ക് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാനായിട്ട് വേണം. അപ്പോൾ ഇത് റെഡി ആവാനായിട്ട് നമുക്ക് വയ്ക്കാം. അപ്പോൾ നമുക്ക് ദശയുള്ള കഷ്ണം തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മളിതിൻ്റെ ദശ ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം അതിൻ്റെ എല്ല് മാത്രം ഇട്ടിട്ട് വേണമെങ്കിലും തിളപ്പിച്ചാൽ നമുക്ക് ഈ സ്റ്റോക്ക് കിട്ടുന്നതാണ്. ചിക്കൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ നിന്ന് തന്നെ കുറച്ച് എണ്ണ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്നിട്ട് വഴറ്റാം. ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചില്ലി സോസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. നോക്കിയിട്ട് പിന്നീട് വേണമെങ്കിൽ അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് അതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ആ ഒരു മിക്സിലേക്ക് നമുക്ക് നമ്മൾ ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം.
ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ആ ചേർത്തിട്ടുള്ള സോസും കാര്യങ്ങളും എല്ലാം ഇതിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. ആ സ്റ്റോക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അഥവാ നിങ്ങളുടെ കയ്യിൽ ഈ സ്റ്റോക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ചൂടുവെള്ളം 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു സ്റ്റോക്കും കൂടെ ഒഴിച്ച് കഴിയുന്ന എണ്ണയാണ് അതെല്ലാം കൂടെ കിടന്നിട്ട് നന്നായിട്ട് മിക്സായിട്ട് എല്ലാം സോസും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കുകയുള്ളൂ. എന്നിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. സ്റ്റോക്ക് ചേർത്തതിന് ശേഷം ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് ലാസ്റ്റ് ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കുറച്ച് നോക്കിയിട്ട് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാൻ 2 പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാരയും കൂടി ചേർത്തത്. പിന്നെ നമ്മുടെ ഈ ഒരു ചില്ലി ചിക്കൻ ഒരു കളറില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കളർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനതൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുത്ത സ്റ്റോക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പറ്റി ചിക്കനിലേക്ക് നന്നായിട്ട് എല്ലാം പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഒനിയനും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.